നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കാം, തൃശ്ശൂർ വീട്ടിലേക്ക് കേട്ടോ. വീടിൻ്റെ അവസ്ഥയാണ് കാണുന്നത്. ആകെ കാട് പിടിച്ചു. നമ്മളിപ്പോൾ തീരെ വരാറൊന്നുമില്ല. വീടിൻ്റെ മൊത്തം ഇതാണ് കാണുന്നത്. ഞാൻ അങ്ങോട്ട് പോകില്ല. അവിടെ അറ്റത്ത് കാണുന്നില്ല, ഈ അറ്റത്ത് കാണുന്ന ആ റൂമിലാണ് സമയമായിട്ട് തൂങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് കയറൊന്നും അയച്ചിട്ടില്ല. ഇതാണ് വീട്. അതിൻ്റെ മേലെ അവതാറൊക്കെ വരച്ചിട്ടുണ്ട്. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇടുന്നതൊക്കെ ഈ ആർച്ച്, ഈ മഴവില്ലിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഉള്ള ഭാഗത്താണ്. പിന്നെ ഇരുമ്പാമ്പുളി പൊട്ടിക്കുന്നുണ്ട്, പുളി പൊട്ടിക്കുന്നുണ്ട്. എന്താണ് അവിടെ കാട് പിടിച്ച പോലെ. നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് വരാറൊന്നുമില്ല, ഒരു മാസമായി കൂടുതൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ വിഷമവും പ്രശ്നങ്ങളും ആകെ സങ്കടമൊക്കെയാണ്. എന്താ ചെയ്യുക, പുളി പൊട്ടിക്കുന്നുണ്ട് രണ്ടുപേരും. ഒന്നും പറയാനില്ല, എന്താ പറയുക. ഒരാൾ സ്വന്തം ചേട്ടനെ ഒരു ബാങ്ക് ലോണിനൊരു ജാമ്യം ഇട്ട് കൊടുത്തു എന്നുള്ളൊരു കാരണം മാത്രം ബാങ്ക് നമ്മളൊരുപാട് ബുദ്ധിമുട്ടിക്കൊക്കെ ഉണ്ടായി. ഇത്രയും പെട്ടെന്ന് ഇറങ്ങണം, ജപ്തി എന്ന് പറയലും ടെൻഷനും കാര്യങ്ങളൊക്കെ ആക്കി. ഉണ്ണി ഡെലിവറി സമയത്ത് ഉണ്ണി ആകെ 2-3 മാസം ഉണ്ടായിരുന്നുള്ളൂ. ആ ഉണ്ണീനെ കൊണ്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കലുണ്ടായത്. അപ്പോൾ ഫോട്ടോസിൽ പറയുന്നത് ഇതിൽ ആളുടെ ഏറ്റവും സങ്കടമൊക്കെയുള്ള ഫോട്ടോസ്. പിന്നെ മരിക്കണം എന്നൊക്കെ പകലത്തെ ഭയങ്കര സങ്കടമുള്ള ഫോട്ടോസാണ്. പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് നമ്മളെടുത്തൊരു ഫോട്ടോ. പിന്നെ മരിക്കണം എന്ന പകലത്തെ ഫോട്ടോസ്. ഇത് തിരുവോണത്തിൻ്റെ ഫുഡ് കഴിക്കണം കേട്ടോ. കഴിഞ്ഞ ക്രിസ്മസിൻ്റെ ശിശിരാടുള്ള കുറേ ഫോട്ടോസുകൾ ഒരുപാടുണ്ട്. ഒരുപാട് ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മഴയത്ത് പോയി നശിച്ചു. അകത്ത് ഞാൻ കയറുന്നില്ല, കയറിക്കാൻ എനിക്ക് ആകെ അസ്വസ്ഥതയായി. അപ്പോൾ അത് കാരണം കയറില്ല. അതെ കണ്ടാം, പൊടിയാണ്. ആരെങ്കിലും കൊണ്ടുവന്ന് വൃത്തിയാക്കാനായിട്ട് എന്തെങ്കിലും നോക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇവിടുത്തെ അവസ്ഥകൾ. അപ്പോൾ എന്തൊന്നും പറയാമെന്നൊന്നും നമുക്ക് പറ്റണില്ല. അടച്ചോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി ചേട്ടനാണ് ഞങ്ങൾ കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ വീട് നിന്നത് കണ്ടോ, ഇത്രയും വലിയ വീടാണ്. ഈ വീടാണ് ഞാൻ നശിച്ച പോലെ കിടക്കുന്നത്. എൻ്റെ ഉള്ളിലാണ് എൻ്റെ ചേട്ടൻ. ഈ റൂമിലാണ്, ഞാൻ കയറുന്നില്ല അകത്തേക്ക്. ഈ റൂമിലാണ് ആളത് അങ്ങനെ ചെയ്തത്. ഈ കാണുമ്പോൾ എനിക്ക് വിഷമമാവാം. കാരണം ഒന്നും ചെയ്യാതെ കണ്ടിട്ട് ആൾക്ക് മരിക്കാനുള്ള ഒരു ഇത് വന്നത്. ആളുടെ ഒരു പ്രശ്നം, ബാങ്കിൻ്റെ പ്രശ്നം എല്ലാം കൂടി നമ്മൾ കൊടുത്ത് പൈസ കിട്ടാതെ ഒക്കെ ആയപ്പോൾ ആകെ പ്രശ്നമായി. വാതിലടയ്ക്കുകയാണ്. ഏറ്റവും മേലെ നന്നായാൽ വടക്കുന്നാഥൻ്റെ നമ്മളെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് വരെ കാണാൻ പറ്റുന്ന സ്ഥലം. ഞങ്ങളിതിൻ്റെ അപ്പുറത്തെ ടൗണ്. നല്ലൊരു വീട് ഇങ്ങനെ നശിച്ച് കിടക്കുക. ഇന്നിപ്പോൾ ഉണ്ണിയാളെ 2 സൈക്കിള് എടുക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ മാത്രമേ പറഞ്ഞേ ഒന്ന്